ഹായ് ഫ്രണ്ട്സ്, PSC ഹാക്കർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ അടുത്ത സെറ്റ് ഇംഗ്ലീഷ് മലയാളം മാത്സ് ആണ് നോക്കാൻ പോകുന്നത്. നമുക്ക് ഫസ്റ്റ് സെറ്റ് ഇംഗ്ലീഷ് നോക്കാം. ഹീ പ്ലേഡ് എ ട്യൂൺ ഡാഷ് ദ വയലിൻ. എൻ്റെ ആൻസർ എന്താണ്? 51B. ഓണാണ്, ട്യൂൺ ഓണാണ് വരുന്നത്. ഇത് ഫൈനൽ ആൻസർക്ക് വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. വി എൻജോയ്ഡ് ഡാഷ് ഫൺ. എൻ്റെ ആൻസർ എന്താണ്? വി എൻജോയ്ഡ് ദ ഫൺ. വി എൻജോയ്ഡ് ദ ഫൺ ആണ് വരുന്നത്. ദേ ഡാഷ് ഫോർ യു. എൻ്റെ ആൻസർ എന്താണ്? ദേ ആർ വെയിറ്റിംഗ് ഫോർ യു. ദേ ആർ വെയിറ്റിംഗ് ഫോർ യു. അടുത്ത ക്വസ്റ്റ്യൻ, ദ സിനോണിം ഓഫ് എക്സെൻട്രിക് ഈസ്. എക്സെൻട്രിക്കിൻ്റെ സിനോണിം എന്താണ്? എ ആണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദേ ലീഡ് എ ഹാപ്പി ലൈഫ്. ദ വേർഡ് ഹാപ്പി ഈസ് ആൻഡ് ഡാഷ്. ഹാപ്പി എന്ന് പറയുന്നത് എന്താണ്? അതൊരു അഡ്ജക്റ്റീവാണ്. ഹാപ്പി ഒരു അഡ്ജക്റ്റീവാണ്. ദ ആൻറ്റോണിം ഓഫ് എക്സ്ട്രാവഗൻറ്റ് ഈസ് ഡാഷ്. ഓപ്പോസിറ്റ് എന്താണ്? എക്സ്ട്രാവഗൻറ്റിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? സി ആണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, അവർ ജവാൻസ് വുഡ് നോട്ട് ഡാഷ് ടു ദ എനിമീസ്. എന്താണ്? അവർ ജവാൻസ് വുഡ് നോട്ട് ഗീവ് ഇൻ ടു ദ എനിമീസ്. എ ആണ് ആൻസർ വരുന്നത്. റൈസ് ഈസ് ദ സ്റ്റാപ്പിൾ ഫുഡ് ഓഫ് കേരള ഈസ് ആൻഡ് ഡാഷ് സെൻറ്റൻസ്. ഇതെന്ത് സെൻറ്റൻസ് ആണ്? അസേർട്ടീവ് സെൻറ്റൻസ് ആണ്, അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് ആണ് വരുന്നത്. ദ ജെൻഡർ ഓഫ് ദ വേർഡ് പീകോക്ക് ഈസ്. എന്താണ്? മസ്ക്യുലിൻ ആണേ, ബി. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വേർഡ് ഈസ് കറക്റ്റ്. ഇതിലേതാണ് വെക്കേഷൻ്റെ കറക്റ്റ് ഫോം ഏതാണ്? VACATION. ഒരു സി എ ഉള്ളൂ കേട്ടോ, ഒരു സി. വെക്കേഷന് ഒരു സി ആണുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ക്വസ്റ്റ്യൻ ടാഗ് ഫോർ ഹീ സെഡ് നത്തിങ് ഡാഷ്. എൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് ഏതാണ്? ഹീ സെഡ് നത്തിങ്. ഏതാണ് വരുന്നത്? ഡിഡ് ഹി ആണ് ആൻസർ വരുന്നത്. ഡിഡ് ഹി. 62ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് യു ലേൺ വെൽ യു ഡാഷ് ദ എക്സാം. അതിൻ്റെ ആൻസർ എന്താണ് വരുന്നത്? ഇഫ് യു ലേൺ വെൽ യു ക്യാൻ പാസ് ദ എക്സാം. 62A ആണ് വരുന്ന ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, സൺ സ്ട്രോക്ക് ഈസ് എ വേർഡ് ഫോമിങ് യൂസിങ്. എന്താണ്? കോമ്പൗണ്ട് ആണ്, സി ആണ് ആൻസർ. ചൂസ് ദ കറക്റ്റ് ഇഡിയം ടു സബ്സ്റ്റിറ്റ്യൂട്ട് ദ അണ്ടർലൈൻഡ് വേർഡ് ഹീ ഡിഡ് ദ വർക്ക് ഇറഗുലർലി. കറക്റ്റ് ഇഡിയമാണ് നോക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഏതാണ്? ഇറഗുലർലി എന്ന് പറഞ്ഞാൽ ബൈ ഫിറ്റ്സ് ആൻഡ് സ്റ്റാർട്ടാണ് വരുന്നത്. ബി ആണ് ആൻസർ വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ പാസീവ് ഫോം ഓഫ് ദ ചൈൽഡ് ബ്രോക്ക് ദ ടോയ്സ് ഈസ് ഡാഷ്. ഏതാണ്? ദ ടോയ്സ്. ഇതിൻ്റെ പാസീവാണ്. ദ ടോയ്സ് വെയർ ബ്രോക്കൺ ബൈ ദ ചൈൽഡ്. ഡി ആണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഐ ഡാഷ് ജസ്റ്റ് കം. എൻ്റെ ആൻസർ എന്താണ്? ഐ ഹാവ് ജസ്റ്റ് കം. വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ ഒറിജിനൽ ഇൻഹാബിറ്റൻസ് ഓഫ് എ പ്ലേസ് ഈസ് ഡാഷ്. അതിൻ്റെ ആൻസർ എന്താണ്? ബി ആണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ കാൻഡിഡേറ്റ് ഡാഷ് ബി ഇൻ പൊസിഷൻ ഓഫ് ദെയർ ഹാൾ ടിക്കറ്റ്സ്. അതിൻ്റെ ആൻസർ എന്താണ്? മസ്റ്റ് ആണ് വരുന്നത്. മസ്റ്റ്. ഡി ആണ് ആൻസർ. ബാലു ടു അക്ഷര വേർ ആർ യു ഗോയിങ്. ദ റിപ്പോർട്ടഡ് ഫോം ഓഫ് ദിസ് സെൻറ്റൻസ് ഈസ്. അതിൻ്റെ ആൻസർ എന്താണ്? ബി ആണ് വരുന്നത്. ബാലു ആസ്ക്ഡ് അക്ഷര വേർ ഷി വാസ് ഗോയിങ്. 70ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹിസ് ഓൺലി ബാഡ് ഹാബിറ്റ് ഈസ് സ്മോക്കിംഗ്. ദ അണ്ടർലൈൻഡ് വേർഡ് ഈസ് എ ഡാഷ്. സ്മോക്കിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ജെറണ്ടാണ്. അങ്ങനെ ഇംഗ്ലീഷിൻ്റെ സെറ്റ് കഴിഞ്ഞു. നമുക്ക് ഇനി അടുത്ത് മലയാളം സെറ്റ് നോക്കാം. 91ാമത്തെ ക്വസ്റ്റ്യൻ, തന്മാത്ര തദ്ധിതത്തിന് ഉദാഹരണം ഏത്. തന്മാത്ര തദ്ധിതത്തിന് ഉദാഹരണം ഇതിലേതാണ്? വെണ്മ. അടുത്ത ക്വസ്റ്റ്യൻ, കൈകാലുകൾ സമാസമേത്. കൈകാലുകൾ സമാസമേത്? ദ്വന്ദ്വനാണ്. അടുത്തത്, ശരിയായ രൂപമേത്. ഏതാണ്? ഇതിലേതാണ്? എ ആണ് ആൻസർ വരുന്നത്. അഭ്യസ്ത വിത്തിൻ. എ ആണ് ആൻസർ. റഷ്യയെ സംബന്ധിച്ചത് എന്നർത്ഥം വരുന്ന വാക്ക് അതേതാണ്? സി ആണ് ആൻസർ. ആർഷം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അർത്ഥം എഴുതുക. ഇനൻ. ഇനൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സൂര്യനാണ്. ഇനൻ, സൂര്യൻ. ആത്മകഥയ്ക്ക് ഒരു ആമുഖം ആരുടെ കൃതിയാണ്? ആരുടെയാണ്? ലളിതാംബിക അന്തർജനം. കേരള കാളിദാസൻ എന്നറിയപ്പെടുന്ന എഴുത്തുകാരൻ ആരാണ്? കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. ആദ്യമായി ഒരു എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ്? എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യമായിട്ട് നേടിയത് ശൂരനാട് കുഞ്ഞൻപിള്ള.
ശൂരനാട് കുഞ്ഞമ്പുള്ള. അടുത്ത ക്വസ്റ്റ്യൻ, നായ കഥാപാത്രമായ ഒരു കഥ ഏത്? നായ കഥാപാത്രമായ കഥയാണ് ഏത്? വെള്ളപ്പൊക്കത്തിൽ. ബഷീറിനെ കൂടാതെ പൂവൻപഴം എന്ന പേരിൽ കഥ എഴുതിയ കഥാകൃത്ത് ആരാണ്? കാരൂർ നീലകണ്ഠപിള്ള. അങ്ങനെ മലയാളത്തിൻ്റെ സെറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് മാത്സ് നോക്കാം. നമുക്ക് മാത്സ് നോക്കാം. മാത്സിൽ ഞാൻ ആൻസർ പറഞ്ഞുതരാം, നിങ്ങൾ ചെയ്ത് നോക്കാം, എന്നിട്ട് ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. 71ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ സി ആണ്. 25 ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 72ൻ്റെ ആൻസർ എ ആണ്. 100 ആൻസർ വരുന്നത്. 73ൻ്റെ ആൻസർ സി. 74ൻ്റെ ആൻസർ എന്താണ്? അത് 1/16 വരുന്നത്. ഡി ആണ് ആൻസർ. 75ൻ്റെ ആൻസർ 72 വരുന്നത്. എ ആണ് ആൻസർ വരുന്നത്. അടുത്ത് 76ൻ്റെ ആൻസർ എന്താണ്? അത് ഡി ആണ് വരുന്നത്. 1728 ആൻസർ വരുന്നത്. 76. ഇനി 77ൻ്റെ ആൻസർ 51 വരുന്നത്. ഇത് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് കറക്റ്റ് ആൻസർ ഇട്ടുണ്ടോ എന്ന് നോക്കുക. ഇനി 78ൻ്റെ ആൻസർ സി ആണ് വരുന്നത്. 79ൻ്റെ ആൻസർ എന്താണ്? 79ൻ്റെ ആൻസർ ബി, 12 സെൻറ്റിമീറ്റർ. 80ൻ്റെ ആൻസർ എന്താണ്? ഡി ആണ്, 120 ഡിഗ്രിയാണ് വരുന്നത്. ഇനി 81ൻ്റെ ആൻസർ നോക്കാം. 81ൻ്റെ ആൻസർ ഡി ആണ് വരുന്നത്. ഏതാണ്? ഡി, 49. 82ൻ്റെ ആൻസർ ശനിയാണ് ആൻസർ എ. 83ൻ്റെ ആൻസർ സി, 40 ആൻസർ വരുന്നത്. 84ൻ്റെ ആൻസർ ബി, 30 ആൻസർ. 85ൻ്റെ ആൻസർ സി, 15 ആൻസർ വരുന്നത്. ഇനി 86ൻ്റെ ആൻസർ എ ആണ്, 105. 87ൻ്റെ ആൻസർ സി ആണ് വരുന്നത്. 88ൻ്റെ ആൻസർ എന്താണ്? ഡി ആണ് ആൻസർ വരുന്നത്. 13 ആൻസർ. ഇനി 89ൻ്റെ ആൻസർ ബി ആണ് വരുന്നത്, 5800. 90ൻ്റെ ആൻസർ എന്താണ്? 90ൻ്റെ ആൻസർ സി ആണ് വരുന്നത്, 10 കിലോമീറ്റർ ആണ് വരുന്നത്.